അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൗണിയുടെ ഒരു ടെക്സ്ചർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ അകഭാഗം നല്ലതായിട്ട് ചോക്ലേറ്റി ആണ്, എന്നാൽ പുറത്ത് നല്ല തിക്ക് ക്രസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻസി അതിന് വരേണ്ടത്. പുറത്ത് നല്ല തിക്കായിട്ടുള്ള ക്രസ്റ്റും വരണം, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രച്ചൂസ് വ്ലോഗ്സ്. ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ബ്രൗണി ഉണ്ടാക്കിയാലോ. നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പീസിന് തന്നെ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഇത് കഴിക്കുക നമ്മൾ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രൗണി നമുക്ക് വീട്ടിലുണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി കിട്ടും. ഞാനിപ്പം ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നത്, കാരണം എന്നാലാണ് നമുക്ക് ആ ബ്രൗണിയുടെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഏകദേശം ഒരു 88 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ ഒരു 34 ഗ്രാമോളം കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്, ഇപ്പം ഞാൻ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്, അതും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ 2 ചോക്ലേറ്റും കൂടി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ ഏകദേശം ഒരു 7 to 8 ടേബിൾ സ്പൂണാണ് ബട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഗ്രാമിൽ പറയുകയാണെങ്കിൽ ഒരു 110 ഏകദേശം അളവ് വരും. അത്ര എമൗണ്ട് ഓഫ് ബട്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടറും നമ്മുടെ ചോക്ലേറ്റും രണ്ടും കൂടി കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. അത് ഏകദേശം ഒരു 5 to 8 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. അതിനൊന്ന് നന്നായിട്ട് മെൽറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഈ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഇവിടെ ഞാൻ ഷുഗർ എടുത്തിരിക്കുന്നത് 3/4 കപ്പാണ്, അതായത് 165 ഗ്രാമാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പം മുട്ട നമുക്ക് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒഴിക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഞാൻ 2 മുട്ട എടുത്ത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ബ്രൗണി ഉണ്ടാക്കുമ്പം ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈ സാധാരണ നമ്മുടെ കയ്യിലുള്ള വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ബീറ്റർ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്താൽ മതി. അതുപോലെ പഞ്ചസാര ആണെങ്കിലും കേക്കിന് നമ്മൾ ചെയ്യുന്ന പോലെ പൊടിക്കേണ്ട കാര്യമില്ല. നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെ മതിയാവും. അപ്പോൾ 2 മുട്ടയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 3ാമത്തെ മുട്ടയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് ഇവിടെ. അതൊരു വളരെ നല്ലൊരു ടേസ്റ്റ് എൻഹാൻസറാണ്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ബ്രൗണിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിനൊക്കെ ഒന്നുകൂടി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റിയ, ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാരയും മുട്ടയും ചേർന്നിട്ടുള്ള മിക്സ്ചറിലേക്ക് 1 ടീസ്പൂൺ നമ്മൾ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ളു ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ചേർത്താൽ മതി. അത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കോഫി പൗഡറും വെള്ളവും കൂടി ചേർന്നിട്ടുള്ള മിക്സ്ചറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒരു നോർമലായിട്ടുള്ളൊരു മിക്സിങ് മതി. ഒരുപാടങ്ങ് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ആ പഞ്ചസാര ഒന്ന് ഡിസോൾവ് ആയാൽ മതി കേട്ടോ. അത്രയും ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റും അതുപോലെ തന്നെ ബട്ടറും കൂടിയുള്ള ആ മിക്സ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് മൈദയും 1/3 കപ്പ് ഓഫ് ഇതുമാണ് എടുത്തിരിക്കുന്നത്, കൊക്കോ പൗഡർ. അപ്പം 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 65 ഗ്രാം ഉണ്ട് മൈദ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 35 ഗ്രാം കൊക്കോ പൗഡർ. ഇതാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിസ്ക് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കിതുപോലെ ഒരു സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗണി നന്നായിട്ട് വരും. അതായത് ഇപ്പം നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്തിലും ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അവസാനം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നമ്മൾ കേക്കിന് മിക്സ് ചെയ്യുന്ന പോലെ ഒത്തിരി മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ഒരുപാടങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ബ്രൗണിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിത് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചോക്ലേറ്റ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ക്യൂബ്സ് ആയിട്ടോ അല്ലെങ്കിൽ പീസായിട്ടോ നമുക്ക് ഈ സമയത്ത് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്തവണ അത് ചേർത്തിട്ടില്ല. നിങ്ങൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രൗണി കുക്കായിട്ട് വരുമ്പോഴേക്കും ചോക്ലേറ്റ് കൂടി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കയ്യിലുണ്ടെങ്കിൽ. ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേ എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഞാനൊരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്ക് എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ സൈഡിലേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഈ ട്രേയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ട്രേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 1-2 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബ്രൗണി ഇപ്പം ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിന്നത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പം ഇത് മുന്നേ തന്നെ ഒരു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എയർ ഫ്രയർ. അപ്പോൾ അതിലേക്കാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കളർഫുൾ സ്പ്രിങ്കിൾസ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അത് ഓപ്ഷണലാണ്, അതൊന്നൊരു നിർബന്ധവുമില്ല. നമ്മൾ ബ്രൗണിക്ക് അതിനൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് കയ്യിലുള്ളതുകൊണ്ട് ഒന്നൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തതാണ്. ഇനി ഞാൻ നമ്മുടെ എയർ ഫ്രയറിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ്സാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി സെറ്റായിട്ട് കിട്ടും. അപ്പം ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്കൊന്ന് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകം നമുക്ക് കാണാം. പിന്നെ വേറൊരു ടിപ്പ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുന്ന സമയത്ത് ഫുൾ ക്ലീൻ ആയിട്ട് വരാൻ പാടില്ല. അങ്ങനെ ക്ലീൻ ആയിട്ട് വരുന്നത് കേക്കിനാണ്. ഇതിനൊരു കുറച്ച് മോയിസ്റ്റ് ക്രസ്റ്റായിട്ടാണ് വരേണ്ടത്. അപ്പോൾ അതായത് നമ്മുടെ ടൂത്ത് പിക്ക് കുറച്ചൊരു ഡേർട്ടി ആയിരുന്നാലും അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി വരേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ താങ്ക് യു. വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ.